ഇല്ല. എല്ലാ നിസ്കാരത്തിലും ഒരേ ഷേപ്പ്. വലത്തെ കാല് നാട്ടി വെക്കുക, ഇടത്തെ കാല് ചെരിച്ചു വെക്കുക, ഇടത്തെ കാലും ഇരിക്കുക. ഇമാം ബുഖാരി ഇബ്നു ഉമർ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലെ വാചകം, ഇന്ന മിന സുന്നത്തി സ്വല, നബിയുടെ ചര്യ, ചിട്ട, നിസ്കാരത്തിന്റെ സമയത്ത് നബിയുടെ ചിട്ട, അയ്യൻസബൽ യുംന, വലത്തെ കാല് നാട്ടി വെക്കുക, വയസിനിൽ ലുസ്ര, ഇടത്തെ കാല് ചെരിച്ചു വെക്കുക, നിലത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ല പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ ഇരുത്തത്തെ പറ്റി 3 തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. ഒന്ന്, എല്ലാ ഇരുത്തങ്ങളും വലത്തേക്കാൽ നാട്ടിവെച്ച് ഇടത്തേക്കാൽ ചെരിച്ചു വെച്ച് ഇടത്തേക്കാലുമിൽ ഇരിക്കുക. നമ്മൾ സാധാരണ ഒന്നാമത്തെ തഹിയ്യാത്തിൽ ഇരിക്കും പോലെ അങ്ങനെ തന്നെയാണ് എല്ലാത്തിലും ഇരുന്നത് എന്ന്. വേറൊരു റിപ്പോർട്ട്, എല്ലാ ഇരുത്തവും നമ്മൾ അവസാനത്തെ റക്അത്തിൽ ഇരുന്ന് ശീലിച്ചിട്ടില്ലേ, അതുപോലെയാണ്. ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം അങ്ങനെ തന്നെയാണ്. വേറൊരു റിപ്പോർട്ട്, ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ആദ്യം പറഞ്ഞ ഇരുത്തവും അവസാനത്തെ അത്തഹിയ്യാത്തിൽ ആ നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തവും ഇരിക്കുക എന്ന വിഭജനം 3. ഇത് 3 സ്വീകരിച്ചു വരുന്ന രീതി പണ്ഡിതന്മാരുടെ കാണാം. അതുകൊണ്ട് തന്നെ ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. 3 ചെയ്യാൻ അനുവാദമുള്ളതാണ്. ഒരാൾക്ക് ഒന്നാമത്തെ അത്തഹിയ്യാത്തും അവസാനത്തെ അത്തഹിയ്യാത്തും ഒരുപോലെയാക്കാം. ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ നാം സാധാരണ ഇരുന്ന് പഠിച്ചതുപോലെയും അവസാനത്തെ അത്തഹിയ്യാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തവും ഇരിക്കാം. ഇതിലൊന്ന് മാത്രമേ ശരിയുള്ളൂ, ഒന്ന് മാത്രമേ തെറ്റുള്ളൂ എന്ന് പറഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ അവസാനത്തെ അത്തഹിയ്യാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തം ഞാൻ പറഞ്ഞോട്ടെ, അതായത് വലത്തെ കാലിങ്ങനെ നാട്ടിവെച്ച് ഇടത്തെ കാല് ഉള്ളിലൂടെ ഇട്ടിട്ട് നിലത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഇരുത്തം ഇരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കണം, ഇതൊരു വാജിബായ കാര്യമൊന്നുമല്ല, ഒരു വാജിബായ കാര്യമല്ല. കൂടെ നിസ്കരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. കൂടെ നിസ്കരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ തൻ്റെ നിസ്കാരം ശരിയാവൂല എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. ഞാൻ നബിയുടെ ഒരു സുന്നത്തിനെ ചോദ്യം ചെയ്യുന്നതല്ല, നമസ്കാരത്തിൻ്റെ അതവുകളെ പറ്റി പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിൽ കൈകൾ അകത്തി വെക്കാറുണ്ട് എന്നാണ്. നിങ്ങളെങ്ങനെ ഇമാമും ജമാഅത്തും നിസ്കരിക്കും, നിങ്ങളെങ്ങനെ അകത്തി വെക്കുക? മറ്റവന് ശല്യമില്ലാത്ത മാതിരി വെക്കും അല്ലേ? മറ്റൊരാൾക്ക് ശല്യമില്ലാത്ത മാതിരി അകറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആദ്യമാണ് സുജൂദിക്ക് പോയി കൈ ഇങ്ങനെ വെച്ച് മറ്റവരെന്തായാലും മതി എന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഞാനിത് പറയാൻ കാരണം, അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഈ തവറുക്കിൻ്റെ ഇരുത്തിയിരിക്കാൻ സാഹസപ്പെടുന്ന ആൾക്കാരുണ്ട്. ഓലെ അത്തഹിയ്യാത്ത് ഇങ്ങനെ ചെല്ലിപ്പോണ്ട് പൊന്തുണ്ട് ഇരിക്കുന്നുണ്ട്, മറ്റവൻ ഇവനെ കൊണ്ട് ഇടങ്ങറാവണം കാണാൻ പലപ്പോഴും, പ്രത്യേകിച്ച് അറബ് നാടുകളെ പോലുള്ള സ്ഥലത്ത്. അതിൻ്റെ ഗൗരവമോ പ്രാധാന്യമോ ശ്രേഷ്ഠതയോ കുറച്ച് കാണിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. അല്ല, ഈ വിഷയത്തിൽ സ്വീകാര്യോഗ്യമായ ഏറ്റവും ശ്രേഷ്ഠകരമായ വഴി ഏതാണെന്ന് ചോദിച്ചാൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ട് അബൂ ഹാമിദ് സഅദി പറഞ്ഞതുപോലെ, ഒന്നാമത്തെ ഇരുത്തം ഇടത്തെ കാലിന്മേൽ ഇരിക്കുന്നത് ആദ്യത്തെ ഇരുത്തം, അവസാനത്തെ ഇരുത്തം വിടർത്തിയിരിക്കുന്ന ഇരുത്തം, വലത്തെ കാൽ നാട്ടിവെച്ച് ഇടത്തെ കാൽ ഉള്ളിലൂടെ തള്ളി വെച്ചിട്ട് ചന്തി കാൽപാദങ്ങളിൽ ഇരിക്കുന്ന രീതി. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, കാൽപാദം നാട്ടിവെക്കുക എന്നുള്ളതല്ലാതെ കാൽഭാഗം കുഴച്ചിടാറില്ല. സുജൂദിനെ പറ്റി പറഞ്ഞ പോലെ അത്തഹിയ്യാത്തിലിരിക്കുന്ന സമയത്തും ഇടയിലിരിക്കുന്ന സമയത്തും കാൽപാദങ്ങൾ ഇങ്ങനെ തളർത്തിയിടലില്ല, അമർത്തി വെക്കണം. എന്ന് വെച്ചാൽ അഖ്ബല ബി സുദൂരിഹിൽ യുംന അൽ ഖിബില എന്നാണ് ഹദീസിലെ വാചകം. വലത്തെ കാലിൻ്റെ തുമ്പുകൾ കൊണ്ട് ഖിബിലക്ക് നേരെ മുന്നിട്ടു, വിരൽ തുമ്പുകൾ ഖിബിലക്ക് നേരെയാവണം. അപ്പം നമസ്കാരത്തിലെ ഏത് ഇരുത്തം ഏത് സമയമായാലും കാലുകൾ ഇങ്ങനെ അമർത്തി വെച്ച്, വലത്തെ കാലിങ്ങനെ അമർത്തി വെച്ച് ഈ വിരൽ തുമ്പുകൾ കിഴക്ക് നേരെ തന്നെ വരണം. മെനക്കെട്ടിരിക്കണം. ഇങ്ങനെ കുഴച്ചിട്ടിരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങോട്ടാവരുത്, ഇങ്ങനെ പരസ്പരം കൂട്ടിവെച്ച മാതിരി ഇരിക്കരുത്. ഒന്നിങ്ങനെ അമർത്തി വെക്കുക, മറ്റേ കാല് ചെരിച്ചു വെക്കുക. വലത്തെ കാൽ ഇങ്ങനെ അമർത്തി വെക്കുക, ഇടത്തെ കാൽ ചെരിച്ചു വെക്കുകയും ചെയ്യുക. അതാണ് ആ ഇരുത്തത്തിൻ്റെ രീതി. അങ്ങനെ തന്നെ വെക്കണം. കാരണം അങ്ങനെയുള്ളൂ. ഹദീസിൽ പറഞ്ഞതൊന്നുമല്ലാത്ത പുതിയൊരു 4ാമത്തെ രൂപം നമ്മൾ ഉണ്ടാക്കുക, അതെങ്ങനെ ശരിയാവുക? ഈ 3 രൂപം പറഞ്ഞു, എല്ലാറ്റിലും ഒരേ ഇരുത്തം, രണ്ടാലിരുത്തം, അല്ലെങ്കിൽ പരസ്പരം മാറിയിരിക്കുക, വിരോധമല്ല. പക്ഷേ അതല്ലാത്ത മറ്റൊരു ഇരുത്തം അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കുക. ഇനിയുള്ളത് അവിടെ വിരലുണ്ട്, കൈകളുടെ വിരലുകൾ. അതിലെ ഹദീസ് ചുരുക്കുകയാണ് ഞാൻ. വാഷാറ, വലത്തെ കൈപ്പത്തി വലത്തെ കാൽത്തുടയിലും ഇടത്തെ കൈപ്പത്തി ഇടത്തെ കാൽത്തുടയിലും വെച്ച ശേഷം വാഷാറബി ഇസ്ബൈ സബ്ബാബ, ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടുകയും ചെയ്തു. ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടി. അപ്പോൾ വലത്തെ കൈപ്പത്തി ഇങ്ങനെ വെച്ചു, ഇടത്തെ കൈപ്പത്തി എന്ത് ചെയ്യുന്നുണ്ട്? ചൂണ്ടുന്നുണ്ട്. വലത്തെ കൈപ്പത്തിയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ചൂണ്ടുന്നുണ്ട്. ഈ ചൂണ്ടുന്നത് എങ്ങനെയാ ചൂണ്ടിയത്?
3 തരത്തിൽ ആ ചൂണ്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, 3 വിധത്തിൽ. ഒന്ന്, ഈ വിരലുകൾ ചേർത്ത് പിടിക്കുകയും ഈ വിരൽ ചൂണ്ടിയിട്ട് ഈ തള്ളവിരൽ ഇതിന് സപ്പോർട്ടായി കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ നീട്ടിയിട്ട് ഈ തള്ളവിരൽ ഈ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഹദീസുകളിൽ കാണാം, ഇങ്ങനെ നീട്ടാം. ഈ 3 വിരലും ചുരുട്ടിപ്പിടിച്ചു, ഈ തള്ളവിരൽ ഇവിടേക്ക് സപ്പോർട്ടായി കൊടുത്തു. മറ്റൊരു രീതി, ഇങ്ങനെ പിടിച്ചിട്ട് ഈ തള്ളവിരൽ നടുവിരലിന് സപ്പോർട്ടായി കൊടുത്തു. ഇത് മാത്രം ഇങ്ങനെ നടുവിരലിന് സപ്പോർട്ടായി കൊടുത്തു തള്ളവിരൽ. മൂന്നാമതൊരു രീതി, ഈ തള്ളവിരലും നടുവിരലും കൂടി ഒരു റൗണ്ട് ഉണ്ടാക്കി, എന്നിട്ട് ചൂണ്ടുവിരൽ മാത്രം ഇങ്ങനെ ചൂണ്ടിപ്പിടിക്കുകയും ചെയ്തു. ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിച്ചു, തള്ളവിരലും ഈ നടുവിരലും കൊണ്ട് മധ്യവിരലും കൊണ്ട് നടുവിരലും തമ്മിൽ ഒരു റൗണ്ടാക്കി ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ വെക്കാം, വിരലിങ്ങനെ നീട്ടിയിട്ട് ഇതിവിടെ ഇങ്ങനെ റൗണ്ട് പോലെ, അല്ലെങ്കിൽ ഈ എല്ലാ വിരലും ചുരുട്ടിപ്പിടിച്ച് തള്ളവിരൽ നടുവിരലിൻ്റെ തുടക്കത്തിൽ ഒരു സപ്പോർട്ടായി ഇങ്ങനെ കൊടുക്കുക ഈ ഇവിടെ, അല്ലെങ്കിൽ തള്ളവിരൽ എന്ത് ചെയ്യുക, ഈ ചൂണ്ടുവിരലിൻ്റെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഈ 3 വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അത് ചെരിച്ചു എന്ന് പറയുന്ന ഹദീസുകളൊന്നും ശരിയില്ല, ചെരിച്ചിട്ടൊന്നുമില്ല, നേരെ തന്നെ വെച്ചത്. എപ്പോഴാണ് ഇത് നീട്ടിയത്? അല്ല, എപ്പോഴാണ് നിങ്ങൾ നീട്ടാറ്? എപ്പോഴാണ് നിങ്ങൾ നീട്ടാറ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നിടത്തല്ലേ? ആരെ നിങ്ങളോട് അങ്ങനെ നീട്ടാൻ പറഞ്ഞത്? ഉസ്താദില്ലേ? ആ, നല്ല ഉത്തരം. നമുക്കറിയില്ല. എന്നാൽ ഒരു സത്യം പറയട്ടെ, അള്ളാൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ല. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്താണ് വിരൽ നീട്ടേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടേയില്ല. എന്താ ഇങ്ങനെ പറയുന്നത്? അത്രക്ക് അധിക കാലമായി നിങ്ങളിങ്ങനെ നീട്ടുന്നു എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഹദീസിൽ പോലും എപ്പോഴാണ് വിരൽ നീട്ടിയത് എന്നതിനെ കുറിച്ചുള്ള വാചകമല്ല. പകരം ആ ഹദീസുകൾ മുഴുവൻ എടുത്തു വെച്ചാൽ കാണുന്നത് ഇരിക്കുമ്പോഴേ വിരൽ നീട്ടിയിരുന്നു എന്നാണ്. ഇരിക്കുമ്പോഴേ വിരൽ നീട്ടിയിരുന്നു എന്നാണ്. എങ്ങനെ? അത്തഹിയ്യാത്തിലേക്ക് വരുമ്പോൾ തന്നെ വിരൽ നീട്ടിയിരുന്നതായിട്ടാണ്. എന്താ നിങ്ങൾ ചെയ്യാറ്? സാധാരണ പഠിച്ചു വെച്ചത്, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോഴേ വിരൽ നീട്ടിയിരിക്കുക. ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ വിരൽ നീട്ടിയിരിക്കുക. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ഈ പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ നീട്ടണം എന്നാണെന്ന് ആര് പറഞ്ഞു? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടു. എവിടെ ഹദീസ്? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും പറഞ്ഞു, അഷ്ഹദു അല്ലാ എന്ന് പറയുമ്പോൾ പൊന്തിക്കുക, ഇല്ല എന്ന് പറയുമ്പോൾ താത്തും ചെയ്തേക്ക് പറഞ്ഞോളൂ. ഹദീസില്ല. അഷ്ഹദു അല്ലാ എന്ന് പറയുമ്പോൾ നീട്ടുക, ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ താത്തും ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേരെന്താണെന്നും ഇന്ന് ദിവസം ഏതാണെന്നൊക്കെ എനിക്ക് ഉറപ്പുള്ള മാതിരി ഉറപ്പാക്കിയിട്ട് ഈ പറയുന്നത്. അത്ര ഉറപ്പുണ്ട് ഈ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്താണ് വിരൽ നീട്ടിയത്. എവിടെയില്ല ഹദീസിൽ. നേരത്തെ വിരൽ നീട്ടിയിരിക്കുകയാണ് ചെയ്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഖാന ലാ യുജാവിസു ബസറഹു ഇശാറതഹു. വിരൽ നീട്ടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കാറ്. ആ ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ ദൃഷ്ടികൾ ഈ വിരൽ വിട്ട് വേറെവിടെയും പോവാറില്ല. നമസ്കാരത്തിൽ വിരൽ നീട്ടിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ കണ്ണുകൾ എവിടേക്ക് പോവണം? ഈ വിരലിലേക്ക് പോവണം, വേറെ എവിടേക്കും പോവരുത്.